ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാരിത്താസിൽ 2 ദിവസം വെക്കേണ്ട വന്നു. വീട്ടിൽ പന്തലിടേണ്ട വന്നു. ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം. സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങള് വെച്ച് വില പറഞ്ഞ് ആ അപ്പനെ, ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം, അല്ല ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? നമസ്കാരം. ഏറ്റുമാനൂരിൽ ട്രെയിനിനു മുമ്പിൽ ചാടി മരിച്ച ഷൈനിയുടെയും മക്കളുടെയും കാര്യത്തിൽ ഇനിയും വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. ഇരു വീട്ടുകാരെ പറ്റിയും നിരവധി കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഷൈനിയുടെ വീട്ടിലും ഷൈനിക്ക് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തുകൊണ്ടാണ് ഷൈനിയോട് ഇത്രത്തോളം ക്രൂരമായി വീട്ടുകാർ പോലും പെരുമാറിയത്? ഷൈനിക്ക് യാതൊരു തരത്തിലുമുള്ള നീതി ഷൈനി മരിച്ചിട്ട് പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ എന്തിന് നോബിയുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു എന്നുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിരുന്നില്ല. കാരണം ഒരിക്കൽ പോലും ഷൈനിയും മക്കളും വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിരുന്നിരിക്കില്ല എന്നത് തന്നെയാണ്. കാരണം അത്രമേൽ ഷൈനി അനുഭവിച്ചതിന് ശേഷമാണ് ആ രാത്രിയിൽ അമ്മയെയും മകളെയും ഇറക്കിവിട്ടതെ തുടർന്ന് ഷൈനിയുടെ പിതാവ് അവരെ പോയി കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളതെല്ലാം ശരി തന്നെ. പക്ഷേ ഈ 9 മാസവും ഷൈനി സ്വന്തം വീട്ടിൽ നിന്നത് യാതൊരു തരത്തിലുമുള്ള പിന്തുണയുമില്ലാതെയാണ്. ആ പിന്തുണയില്ലായ്മ തന്നെയാണ് ഷൈനിയുടെ എല്ലാ കാര്യങ്ങളും, ആകെയുള്ള എല്ലാ അവസ്ഥയെയും തകിടം മറിച്ചത്. നീ ധൈര്യമായിരിക്കുക, നിനക്കൊപ്പം ഞങ്ങളുണ്ട്, നിനക്ക് ജീവിതം കരുപ്പിടിപ്പിക്കാൻ പറ്റുമെന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിൽ ഷൈനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു ഇന്ധനമായേനെ അത്. പക്ഷെ അത്തരത്തിൽ ചെയ്തില്ല. എന്നിട്ടോ മറിച്ച് ഷൈനിയുടെ മക്കളുടെയും മൃതദേഹങ്ങൾ ചുങ്കത്തെ വീട്ടിലേക്ക് വിട്ടുകൊടുക്കുവാൻ 3 നിബന്ധനകളും ഈ പിതാവും കുടുംബവും ചേർന്ന് മുന്നോട്ട് വയ്ക്കുന്നു. സത്യത്തിൽ അച്ചാരം വാങ്ങി അവരുടെ മൃതദേഹം ആ തെമ്മാടികൾക്ക് വിട്ടുകൊടുത്തു എന്ന് പറയേണ്ടി വരും. അത്രയും ക്രൂരനായ ഒരു മരുമകനാണ് തനിക്കുള്ളതെന്ന് കൃത്യമായി അറിയാവുന്ന ആള് തന്നെയായിരുന്നു ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസ്. എന്നിട്ടും എന്തിനാ ഈ ദുഷ്ടത്തരം ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. എന്തിനാണ് ആ കാലന് ആ മൃതദേഹങ്ങൾ വിട്ടു നൽകിയത്? നിങ്ങൾക്ക് അത്രയും ഭാരമായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഈ അച്ചാരം വാങ്ങി ചെയ്ത കാര്യത്തിലൂടെ വ്യക്തമാക്കപ്പെടുകയാണ്. ജ്ഞാനായ സമുദായ നേതാവും MVD ഉദ്യോഗസ്ഥനുമായ ബെന്നി ഇല്ലിക്കൽ എന്ന വ്യക്തി പങ്കുവെച്ച ശബ്ദരേഖയിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണുള്ളത്. ഇതിൽ ഷൈനിയുടെ കുടുംബം മുന്നോട്ട് വെച്ച നിബന്ധന എന്തെല്ലാമായിരുന്നു, ഷൈനി അവർ എത്രത്തോളം വേണ്ടെന്ന് വെച്ചിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണിത്. ആ ശബ്ദരേഖയിൽ തെളിയുന്നതും ഷൈനിയോട് ആ കുടുംബം തീർത്തും കാണിച്ച അവഗണനയാണ്. ആ അവഗണന കൂടി ചേർന്നതോടുകൂടിയാണ് ഷൈനിയുടെ ജീവിതം ഏറ്റവും ദുരിതപൂർണമായത്. ആ ശബ്ദരേഖയിലെ ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഇനി നമ്മുടെ വികാരിയച്ഛൻ ഇതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ പല സംസാരം. അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. ഈ ഷൈനി ഇവിടുന്ന് പോയതിനു ശേഷം ഷൈനിയും ഷൈനിയുടെ ഫാദറിനും കൂടെ ഈ കുട്ടികളെ അലീനയെ ഇവാനയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയും പിന്നെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ്, ഇവരുടെ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ ചുങ്ങമ്പള്ളി വികാരിയച്ഛനെ കാണാൻ വന്നിരുന്നു. അന്നും അച്ഛൻ പറഞ്ഞു ഈ കേസിലേക്കൊന്നും പോകാതെ നമുക്ക് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ ഷൈനിയുടെ ഫാദർ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങൾ സംസാരിച്ച് തീർക്കാൻ പോകുന്നില്ല, കാരണം അവൾക്ക് അതുപോലെ അനുഭവങ്ങൾ ആ വീട്ടിൽ നിന്നുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വികാരിയച്ഛനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് പറയാനല്ലേ പറ്റുള്ളൂ. പണ്ട് കാലമൊക്കെ ആയിരുന്നെങ്കിൽ ശരിയായി, വികാരിയച്ഛന്മാർ നമ്മുടെ വീട്ടിൽ വന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ പറഞ്ഞാലേ അത് ചെയ്യും. ഇപ്പോ അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാമല്ലോ. എല്ലാ വീട്ടിലും വഴക്കുകളും ബഹളവും ഉണ്ട്. അത് അച്ഛൻ വന്ന് സംസാരിച്ചാൽ തീരുമോ? അത് വാശിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് തീരില്ല. കാരണം നമ്മളൊരു കേസുമായിട്ട് കോടതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പിന്നെ വക്കീലാണ് നമ്മുടെ ദൈവം. വേറെ നമുക്ക് യേശുക്രിസ്തു എന്നൊരു ദൈവം പോലും ഇല്ല, വക്കീലാണ് നമ്മുടെ ദൈവം. ഞാൻ പറഞ്ഞ ശരി, ഞാൻ എന്റെ ഭാഗമായിട്ടാ പറഞ്ഞ, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. ഇനി ഈ പിള്ളേർക്ക് ഈ പൈസ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ അച്ഛനും അറിയാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്.
ആ പിള്ളേർക്ക് പൈസ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എടാ നോവി നിന്റെ പിള്ളേരാണ്, നീ അവന് പൈസ അയച്ചു കൊടുക്കും. അത് പറയാനുള്ള ഒരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അച്ഛൻ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. തന്നെയല്ല, ഈ അച്ഛൻ ഈ വീട്ടുകാരുടെ വാക്കും കേട്ട് ആ വാശിപ്പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാലോ, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലും അവിടെ സ്റ്റേഷനിൽ അച്ഛനാണ് കൂടുതൽ സംസാരിച്ചത്. അച്ഛൻ പറഞ്ഞത് ഈ കേസായിട്ട് തന്നെ പൊക്കോട്ടെ. ഈ ഷൈനി കുറച്ച് പൈസ എടുത്ത കാര്യം പറയുന്നുണ്ടല്ലോ, ഷൈനിയുടെ വീട്ടിലേക്ക് എടുത്ത പൈസയല്ല. ആ സമയത്താണ് ഈ വീടിന്റെ മെയിൻ്റനൻസും എല്ലാം നടക്കുന്ന ആ സമയത്ത് എടുത്ത പൈസ ആ വീട്ടിലേക്ക് തന്നെ എടുത്തതാ. പക്ഷെ അതിനൊരു കണ്ടീഷൻ അവർ വെച്ച്, ഈ പൈസ ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ്. എങ്ങനെ? ഷൈനിയുടെ പേരിൽ ഒരു കാറുണ്ട്, ഷൈനിയുടെ പേരിൽ ഒരു പിക്കപ്പ് ഉണ്ട്, പിന്നെ ഷൈനിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഇത് മൂന്നും നോബിയുടെ പേരിലേക്ക് ആക്കിയാൽ ഈ പൈസ അടയ്ക്കാമെന്ന് അച്ഛൻ അവിടെ സമ്മതിച്ചതാണ്. വാസ്തവമായ കാര്യമാണ് കേട്ടോ, തെറ്റല്ല, വാസ്തവമായ കാര്യം. പിന്നെ ഞാൻ ആ കണ്ടീഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് അത്രയും വിശ്വസിക്കാവുന്ന ഒരാളാണ് എന്നോട് ഈ കണ്ടീഷനെ പറ്റി പറഞ്ഞത്. അതിനുശേഷമാണ്, ഒരു 3 ദിവസം മുമ്പാണ് ഞാൻ കൃത്യമായിട്ട് അറിയുന്നത് ഇതിന് 3 കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത്. 1, നോബിയും പിള്ളേരും അവിടെ വരണം. 2, അവിടെ കുറച്ചു നേരം ആ വീട്ടില് പൊതുദർശനത്തിന് വരണം. 3ാമത്തെ കണ്ടീഷൻ, നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത്. ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാരിത്താസിൽ 2 ദിവസം വെക്കേണ്ട വന്നു, വീട്ടിൽ പന്തലിടേണ്ട വന്നു. ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം. നോബി തന്നാൽ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത്. എന്നോട് പോലും ഈ 3ാമത്തെ കണ്ടീഷൻ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ മിനിയാന്നാണ് അതോ 4ാം നാളാണോ ഞാൻ ഈ വിവരം പറയുന്നത്. വിവരം അറിഞ്ഞ, പക്ഷെ ഞാൻ ആരോടും വെളിയിൽ ഞാൻ വിട്ടില്ല. ഇപ്പൊ അപ്നാദേശ് ടിവിയിൽ തന്നെ ഇത് പറയുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങള് വെച്ച് വില പറഞ്ഞ് ആ അപ്പനെ, ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം, അല്ല ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതൊന്ന്. 2, ആ കണ്ടീഷൻ സമ്മതിച്ച് ആ കാശും കൊടുത്ത് ഈ ബോഡി ഇവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അവരുടനെ വാശി പിടിച്ചു, ശരി എന്നാ കാശ് കൊടുത്തിട്ട് തന്നെ നമ്മുടെ ഭാഗം വിജയിക്കണം. ഇതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ്. അവർക്ക് ശരിയാണ്, അവിടെ ഒരു സംഭവം ദുരന്തം ഉണ്ടായി, നമ്മുടെ ആരുടെ ഭാഗത്ത് തെറ്റ് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. തെറ്റുണ്ടായി, 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ടായി. എങ്കില് അവരെ ചെയ്യേണ്ടിരുന്നത്, എന്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടിരുന്നത്, അവരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുക, ഇന്നപോലെ ഞങ്ങൾക്ക് ബോഡി കാണണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തേനെ, അത് അവിടെ തന്നെ അടക്കം ചെയ്ത് ഇത്രയും ഈ വിവാദങ്ങളിലേക്ക് വരില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ദയവേത് നിങ്ങൾ ഈ വാട്സപ്പില് ചേന്നാക്കുഴി അച്ഛനെ പറ്റി അച്ഛൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം തെറ്റാണ്. ഈ കാര്യം എനിക്കറിയാവുള്ളൂ കേട്ടോ. ബാക്കി എന്നൊക്കെ വാട്സപ്പിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ കാര്യത്തിൽ നമ്മുടെ അച്ഛന്റെ ചുമതലകൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്.